എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റേഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ടെലിവിഷനാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ടെലിവിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറേ ഫീച്ചേഴ്സുള്ള ഒരു ഉപകരണമാണ്, ഇലക്ട്രോണിക് ഡിവൈസാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ടെലിവിഷൻ എന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയുന്നവരുണ്ട്. മറ്റു രീതിയിലും ടെലിവിഷനെ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫാർ എവേയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ അങ്ങനെയാണ് ലാറ്റിൻ വേർഡിൽ നിന്ന് കിട്ടിയതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഏത് രീതിയിൽ കണക്കാക്കിയാലും ടെലിവിഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ടെലി എന്ന് പറയുന്ന കേൾക്കാൻ കഴിയുന്ന ഉപകരണം എന്ന രീതിയിലും അതിനോടൊപ്പം വിഷൻ എന്നുള്ളതും കൂടി നൽകുന്നത് കൊണ്ടാണ് ടെലിവിഷൻ എന്നൊരു ഉപകരണം ഉണ്ടായിട്ടുള്ളത്. നമ്മളതിനെ ചുരുക്കി TV എന്ന് വിളിക്കും. എനിവേ, ടിവിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. കാരണം 1970കളിൽ TV ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരികയും അതിൽ പിന്നെ ഇപ്പോൾ ഈ 2020, ദാറ്റ് മീൻസ് ഒരു 50 ഇയേഴ്സിൻ്റെ ഒരു കാലഘട്ടം എടുത്താൽ ടിവിക്ക് വന്ന മാറ്റം നമ്മളെല്ലാവരും കണ്ടാണ്. ഇന്നിപ്പോൾ പലരുടെയും വീട്ടിൽ ആൻഡ്രോയിഡ് TV ആണ് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളെ പോലും ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് നമ്മളുടെ ടെലിവിഷൻ്റെ റീച്ച് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റീച്ച് ഇതിന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം ഒന്ന് നമ്മുടെ ലിറ്ററസി റേറ്റിൽ വന്നിട്ടുള്ള മാറ്റമാണ്. കാരണം നമ്മൾ കാര്യങ്ങളെ കൂടുതലായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ത്രാണി നമുക്ക് ലഭിച്ചപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഗ്രോത്താണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ആവശ്യങ്ങളുടെ അളവ് ഉയരുന്നത്. ആവശ്യങ്ങളുടെ അളവ് ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു റേഡിയോ ഒരു നെസസിറ്റി ആയിട്ട് വരുന്നു. അതിനുശേഷം TV ഒരു ആഡംബര വസ്തുവായിട്ട് കടന്നു വരുന്നു. ആ ആഡംബരം പിന്നീട് ഈ ആഡംബരത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ അവശ്യ വസ്തുവായിട്ട് മാറുന്നിടത്താണ് ഈ ഗ്രോത്ത് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ടിവിയുടെ പ്രത്യേകത, എങ്ങനെ തുടക്കം കുറിച്ചു, ഇന്നതിൻ്റെ റീച്ച് എവിടം വരെയാണ്, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ടെലിവിഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. In 1926, John Logie Baird gave a demonstration of working television system and showed televised moving images. After the invention of the television, the USA was ahead of the rest of the world in TV broadcasting. Television's greatest advantage or power lies in its ability to show visual images. It is an audio-visual medium. In fact, it provides a scientific synchronization of the features of sound, sight, motion and immediacy. ടെലിവിഷൻ 1926 അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അമേരിക്കയുടെ ഒരു കുത്തക പോലെ അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം ടെലിവിഷൻ പ്രോഗ്രാമിങ്ങിലും കാണാനായിട്ട് പറ്റും. ടെലിവിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള സൗണ്ട് ആൻഡ് വിഷ്വൽ, അതിൽ തന്നെ മൂവിങ് പിക്ചേഴ്സിന് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നു. ഒപ്പം തന്നെ സ്പീഡാണ് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. റേഡിയോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 70-80 ഹെർട്സിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 90 കിലോമീറ്ററിൽ ചുറ്റളവിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ, ടിവിയുടെ റീച്ച് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് സംപ്രേഷണം തുടങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ
എല്ലാ ഭൂപ്രദേശങ്ങളെയും കവർ ചെയ്യാവുന്ന രീതിയിലേക്ക് ഇന്ന് ടി വിയുടെ വളർച്ച എത്തിക്കഴിഞ്ഞു. ദ റീസൺ ഫോർ ടെലിവിഷൻസ് പോപ്പുലാരിറ്റി ഈസ് സിമ്പിൾ. ഇറ്റ് ഈസ് dramatic, it able to tell stories, fire imagination and visually bring far away places and people into our homes. Walter Cronkite noted, television can do most communication choirs far better than print or multi-dimensional radio. It is better than any other medium. അപ്പോൾ ഇവിടെ ഒരു റൈറ്റർ പറയാണ്, ടെലിവിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ എത്ര അകലെ നിന്നുള്ള വിവരങ്ങളെ പോലും വളരെ അടുത്തെത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം തന്നെ ഏതൊരു മീഡിയത്തേക്കാൾ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. സ്ട്രെങ്ത്സ്: വിഷ്വൽ. ഇറ്റ് ആഡ്സ് ഡയമെൻഷൻ ടു കമ്മ്യൂണിക്കേഷൻ that is not possible through the newspaper or radio. It can do what radio can and more by portraying events visually rather than merely describing. It using sounds and words. Computer graphics has made it still more effective. Transmission of actuality. അപ്പോൾ വിഷ്വൽ എന്താണെന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനതിന് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വിഷ്വൽ എന്താണ്, ചലിക്കാൻ കഴിയുന്ന ചിത്രങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. ന്യൂസ് പേപ്പറിലെ ചലനമില്ല, റേഡിയോയിൽ വിഷ്വൽ പോലുമില്ല. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മൂവിങ് പിക്ചേഴ്സിനെ ആഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ടെലിവിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. TV has the ability to literally restate or recreate images of event or occurrence thousands of miles away. In this manner, it brings us closer to event and shapes our reality by allowing people to see and hear occurrence as it happens. അപ്പോൾ വളരെ വേഗത്തിൽ എവിടെ നടക്കുന്ന ഇവൻ്റ് ആയാലും നമ്മളുടെ അടുത്തേക്ക് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മൈൽസ് അവേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഇംഗ്ലണ്ടിൽ നടക്കുന്ന വേൾഡ് കപ്പ് വീട്ടിലിരുന്ന് കാണുന്നു, ബ്രസീലിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ഇവിടെ ഇരുന്ന് കാണുന്നു, അല്ലെങ്കിൽ ജർമ്മനിയിലോ ചൈനയിലോ നടക്കുന്ന ഒളിമ്പിക്സ് നമ്മൾ കുടുംബത്തിരുന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു റീച്ചാണ്, ആക്സസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ടെക്നിക്സ്. It has the advantage of being able to use such techniques as lighting, optical images, camera angle, symbols, etc. to tell its story or to drive a point home. It can also use suggestive montage, the art of arranging pictures in a particular sequence to represent a certain reality, to move between ideas, skim through timeliness and make suggestion to viewers. വ്യൂവേഴ്സിന് സജഷൻ കൊടുക്കാവുന്ന രീതിയിലേക്ക് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ അഡ്വാൻറ്റേജിലേക്ക് ടി വി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ടി വിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് പിന്നെ അവരുടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഓപ്റ്റിക്കൽ ഇമേജസ്, അതുപോലെ തന്നെ ക്യാമറ ആംഗിൾസ്. നമുക്കറിയാം ലോങ് ഷോട്ട്, ക്ലോസപ്പ്, വൈഡ് ഷോട്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള ജിബ് ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഹെലിക്യാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഷോട്ടുകളൊക്കെ നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ നമ്മളുടെ ദൃശ്യ മികവിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓർ ഇമ്മീഡിയസി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ട്രാൻസ്മിഷൻ ഓഫ് ആക്ച്വാലിറ്റി, കൃത്യതയെക്കുറിച്ച് പറഞ്ഞു. ഇനി സ്പീഡ് എത്രത്തോളം ഉണ്ടെന്നാണ്. It can bring breaking news or even to the viewers. The technological advantage of the recent decades make possible the live transmission of the event. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. Flexibility. TV format allows for editing,
shots can be arranged in different sequence and new material can be included as necessary. TV reports or programs can be edited and made shorter and crisper to fit into the time slot that is provided. It is a medium that allows for flexibility in editing until the moment of transmission. സംപ്രേഷണം ചെയ്യുന്നത് വരെ എഡിറ്റിങ്ങിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മാധ്യമമാണ് ടി വി എന്ന് പറയുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇവിടെ നിന്ന് ഫ്ലവേഴ്സ് ടി വിയുടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ടെലിവിഷൻ ഷോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് ടേക്കുകളും റീടേക്കുകളൊക്കെ എടുത്തിട്ടാണ് ഷോ നടക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ വീട്ടിലിരുന്ന ഷോ കാണുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂറിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ പ്രോഗ്രാം ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യത്തിനാണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു മണിക്കൂറിൻ്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം എടുക്കുന്ന എഫേർട്ടും സമയവും ഒരു പക്ഷേ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിനുള്ളിലോ സ്റ്റുഡിയോയുടെ അകത്തോ ആണ് ചെയ്യുന്നതെങ്കിൽ മിനിമം 2-3 മണിക്കൂർ എടുക്കും. മിനിമം. മാക്സിമം അത് എത്ര വേണമെങ്കിലും പോവാം. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി, ക്ലാരിറ്റിക്ക് വേണ്ടി പിന്നെയും നീട്ടി കൊണ്ടുപോകേണ്ടി വന്നേക്കാം. ഇത് പോയിരുന്ന് കാണുന്ന പ്രേക്ഷകനെ മാത്രമേ ഇത് എത്ര സമയമെടുത്തു എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ നമ്മൾ കാണുമ്പോൾ വിഷ്വലി വെൽ അറേഞ്ച്ഡ് സീക്വൻസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ വെൽ അറേഞ്ച്ഡ് ആയിട്ടല്ല അത് പോയിട്ടുണ്ടായിരിക്കുക. അതിനിടയിൽ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 2-3 ഷോട്ട് എടുത്തിട്ട് അതിലവർക്ക് ഇഷ്ടമായത് മാത്രമായിരിക്കും അവർ എഡിറ്റിങ്ങിൽ കയറ്റിയിട്ടുണ്ടായിരിക്കുക. ലാർജർ ദാൻ ലൈഫ് ഓർ റിയൽ ക്യാരക്ടേഴ്സ്. ദർ ഈസ് എ സ്ട്രോങ് ട്രാൻസ്ഫറൻസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ദി കേസ് ഓഫ് ടി വി. വ്യൂവേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് ദി ഇംപ്രഷൻ ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദം. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. ശരിക്കും ഒരു ക്യാരക്ടറിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. ഇപ്പോൾ ടി വിയിലൂടെ ഒരു അവതാരകൻ ഒരു കാര്യം പറയുമ്പോൾ ആ അവതാരകനെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ തുടർന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം പലപ്പോഴും നടക്കാറുണ്ട്. വീക്ക്നെസ് ആകെ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. It has several disadvantages as well. It is not mobile medium. എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു മീഡിയം അല്ല. The viewers has to be physically present before the TV set for him or her to watch it. It requires a captive audience that pays complete attention to what is happening on the screen. അതും വലിയൊരു ദോഷകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അമിതമായിട്ടുള്ള ടെലിവിഷൻ, മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം കുട്ടികളുടെ കണ്ണുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരുപാട് അസുഖങ്ങൾ, പലർക്കും കോണ്ടാക്ട് ലെൻസ് വെക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെ അമിതമായിട്ടുള്ള മൊബൈൽ ടി വി സാധനങ്ങളുടെ ഉപയോഗം കൊണ്ടാണ്. അപ്പോൾ ഇവിടെയും അതൊരു ഡീമെറിറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തതായിട്ട് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ടി വി സെറ്റിൻ്റെ മുൻപിലുണ്ടായിരിക്കണം. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അറ്റൻഷൻ സ്ക്രീനിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അറ്റൻഷൻ കൂടി എടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നല്ലൊരു ടെലിവിഷൻ പ്രോഗ്രാം ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇനി ടെലിവിഷൻ പ്രോഗ്രാമിംഗ് ആണ്. എങ്ങനെയാണ് ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The growth and the popularity has changed the way we receive and process news. The editor of an organization will assign a news story to a reporter. The TV reporter works with 2 or 3 members team consisting of a cameraman, sound recordist and sometimes a technical assistant. They shoot and record a news event. If the news is an important one, the reporter tries to include a package which may consist of visual, stand-up and an interview. ഒരു ടെലിവിഷൻ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ഇങ്ങനെ വെറുതെ എഴുതി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിൻ്റെ വിഷ്വൽസ് വേണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ ബൈറ്റ്സ് വേണം, അതുപോലെ തന്നെ
ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഇമേജ് മാക്സിമം ലൈവ് അയക്കാൻ ശ്രദ്ധിക്കണം. ദ റെക്കോർഡഡ് ന്യൂസ് ഈസ് സെൻഡ് ബാക്ക് ടു ദ സ്റ്റുഡിയോ ഫോർ എഡിറ്റിംഗ്. The editor selects the best shots, puts them in a logical order, and cut down the length of the story to what is suitable. The news story is then ready to be broadcast. അപ്പോൾ ഇവർ എടുക്കുന്ന വിഷ്വൽസ്, ഇവരെടുക്കുന്ന സീക്വൻസ് ഇവർ സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുക്കും. സ്റ്റുഡിയോയിൽ വെച്ച് അത് എഡിറ്റ് ചെയ്യപ്പെടും. എങ്ങനെ എഡിറ്റ് ചെയ്യും? ആവശ്യമായ ഏറ്റവും മികച്ച ചിത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിഷ്വൽസിനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ന്യൂസിൻ്റെ ഭംഗി ചോർന്നു പോകാത്ത രീതിയിൽ അതിനെ റീഅറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം സ്ലോട്ടിൽ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോ. നമുക്കറിയാം, ഒരു വാർത്തയിൽ ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം ടെസ്റ്റ് ഇന്ത്യ വിജയത്തിലേക്ക്, ഇതാണ് ന്യൂസ്. ഇതിൻ്റെ ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യും. 1-ാം ഇന്നിങ്സിൽ ഇന്ത്യ 228 റൺസിന് പുറത്തായപ്പോൾ ഓസ്ട്രേലിയ 1-ാം ഇന്നിങ്സിൽ 336 റൺസ് നേടി. 1-ാം ഇന്നിങ്സിൽ 122 റൺ കടവുമായി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് മികച്ച തുടക്കം നൽകി. എന്നാൽ ശുഭ്മാൻ ഗില്ലിൻ്റെയും രോഹിത് ശർമ്മയുടെയും വിക്കറ്റുകൾ അവസാന ഓവറുകളിൽ നഷ്ടപ്പെടുത്തിയ ഇന്ത്യ 5-ാം ദിവസത്തെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്താൽ മാത്രമേ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. ക്യാമറാമാൻ ഇന്നാളോടൊപ്പം, റിപ്പോർട്ടർ സിഡ്നി. അപ്പോൾ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനോടൊപ്പം പല വിഷ്വലുകൾ കാണിക്കും. കുറേ വിക്കറ്റുകൾ വീഴുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 4 ഷോട്ട് അടിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എഡിറ്ററുടെ സ്കില്ലാണ്. ആ വാർത്തയ്ക്ക് എത്ര ടൈമുണ്ടോ അതിനാവശ്യമായിട്ടുള്ള വിഷ്വലുകൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോവുക. ബ്രോഡ്കാസ്റ്റ് ടീം മേ ബി ലാർജർ ഇൻ സൈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇവൻറ്റ് ബീയിങ് ഓവേർഡ്. ആൻഡ് ഒക്കേഷൻ ദ ന്യൂസ് ടീം ട്രാവൽസ് ഇൻ എ OB outside broadcast van, which is sometimes called a scanner. This van resembles the control room in the studio, except that it is on wheels and smaller in size. An OB unit normally consists of a director or producer and engineer among others. It equipped with a vision mixer, banks of monitor connected to cameras on which action can be observed, a satellite or communication channel that allows for live transmission of signal, video and audio of what is being recorded, edited and broadcasted. OB van എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മോഹൻലാലും അമല പോളും അഭിനയിച്ച റൺ ബേബി റണ്ണിൽ കണ്ടിട്ടുണ്ടായിരിക്കും. മോഹൻലാലും അമലയും കൂടി യാത്ര ചെയ്യുന്ന വണ്ടീനെയാണ് OB വാൻ എന്ന് പറയുന്നത്. ഈ OB വാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡിയോയിലേക്ക് വാർത്തകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ OB വാനിൽ വെച്ച് തന്നെ വിഷ്വൽസിനെ എഡിറ്റ് ചെയ്ത് എയർ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കുടയൊക്കെ വിരിഞ്ഞു വരും ഈ OB വാൻ്റെ മുകളിൽ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡിഷില്ലേ, അതിൻ്റെ സെയിം മെത്തേഡ് തന്നെ. ഒരു ഡിഷിലൂടെ സാറ്റലൈറ്റ് കണക്ഷൻ നേരിട്ട് ഈ OB വാനിലേക്ക് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ വിഷ്വൽ നമുക്ക് എയർ ചെയ്യാനായിട്ട് പറ്റും. ലൈവ് ടെലികാസ്റ്റൊക്കെ പോകേണ്ടി വരുന്ന സമയത്താണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ OB വാനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ OB വാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകത ഇതാണ്, നമുക്ക് മാക്സിമം സ്പീഡിൽ വിവരങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. Television news take 3 forms. Sometimes the reporter is present at the scene of action or the reporter narrates the story from the studio. Sometimes certain news events which are not considered very important may be read out by the news reader. These are called brief and provide minimal details. Television news demands a style of writing that is separate from the newspaper and radio. It has often been called headlines service. TV news
often provides the headline or introduction to the news and then just supporting facts. ടെലിവിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ഒപ്പം തന്നെ അതൊരു ശരിക്കും ഒരു ഡീമെറിറ്റാണ്. കാരണം ഇവർ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവില്ല. ശരിക്കും ടെലിവിഷൻ അറിയപ്പെടുന്നത് ഹെഡ്ലൈൻ സർവീസ് എന്നാണ്. അതിൻ്റെ കാരണം തന്നെ ഇതാണ്, അവർ ഹെഡ്ലൈൻസ് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പോവും, അതിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അതിനുള്ള സമയം പല ടെലിവിഷൻ ചാനലുകൾക്കും മാറ്റിവെക്കാൻ ഉണ്ടാവാറില്ല. ടൈം ഈസ് എ വാല്യുബിൾ കമ്മ്യൂണിറ്റി ഓൺ ടി വി ആൻഡ് വാട്ട് ഹാസ് ടു ബി സെഡ് ആസ് ബ്രീഫ്ലി ആസ് പോസിബിൾ. എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിന് മാത്രം ഷോ ചെയ്യാനായിട്ട് ശ്രമിക്കും, ഒപ്പം അതിനെ തന്നെ ഏറ്റവും മാക്സിമം ചുരുക്കിക്കൊണ്ടുവരാനും ശ്രമിക്കും. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി ക്ലിയർ, ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെൽ സ്ട്രക്ചർഡ്. മോസ്റ്റ് സ്റ്റോറീസ് മസ്റ്റ് ബി told in 20 to 40 seconds. So, the emphasis is on what and the where rather than on why or how. The words should be complementary to the visuals being shown. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിക്കറ്റ് വീഴുന്നത് കാണിക്കും, എന്നിട്ട് പറയും പിന്നീട് പ്രത്യുഷായും പുജാരയും നൽകിയ ഇന്ത്യക്കൊരു മികച്ച തുടക്കം, അല്ലെങ്കിൽ ഇന്ത്യക്ക് നിലനിൽക്കാനുള്ള ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും 4 ഷോട്ട് അടിക്കുന്നത് കാണിക്കും. എന്നാൽ ലഞ്ചിന് മുൻപുള്ള അവസാന ഓവറുകളിൽ പുജാരയെ നഷ്ടപ്പെട്ട ഇന്ത്യക്ക് പിന്നീട് മികച്ച ഒരു കൂട്ടുകെട്ട് ക്രിയേറ്റ് ചെയ്യാനായി ഋഷഭ് പന്ത് ക്രീസിലേക്ക് എത്തി. ചായയ്ക്ക് ശേഷം അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം തിരിച്ചു വന്ന ഇന്ത്യ ടോപ്പ് ഗിയറിലേക്ക് മാറുകയും വളരെ വേഗത്തിൽ റൺ സ്കോർ ചെയ്യുകയും ചെയ്തു. 97 റണ്ണെടുത്ത ഋഷഭ് പന്തിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. പിന്നീട് ഇന്ത്യൻ നിര കൂട്ടത്തോടെ പവലിയനിലേക്ക് മടങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ ഓരോരോ വിക്കറ്റുകൾ വീഴുന്നത് വേഗത്തിൽ കാണിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ്സിനാണ് വാല്യൂ. ടി വി എന്ന് പറയുന്നത് ഒരു വിഷ്വൽ എയ്ഡിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് 5Ws 1H ഒന്നും പറയാൻ നേരണ്ടായെന്ന് വരില്ല. വാട്ട് വേർ, ഇതിന് രണ്ടിനെയും ഫോക്കസ് ചെയ്യും. എന്ത് സംഭവിച്ചു, എവിടെ സംഭവിച്ചു, അതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരാണ്, എന്താണ്, അതിലേക്കൊന്നും ഡീറ്റെയിൽ ചെയ്യാൻ നേരില്ല. കാര്യങ്ങൾ പറഞ്ഞു പോകാൻ മാത്രമേ ഇവിടെ സമയമുള്ളൂ. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ റൈറ്റിംഗ് ഫോർ ടി വി. ടി വിക്ക് വേണ്ടി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ കുറേ ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നുള്ളൂ. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചിലത് ഉണ്ടാക്കി എഴുതാൻ പറ്റിയതാണ്. ചില പോയിൻറ്റ്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ പറയണം നിർബന്ധമില്ല, നിങ്ങളുടെ സ്വയം സൃഷ്ടിയാവാം. പക്ഷേ പോയിൻറ്റിന് ഇതുമായിട്ട് മാച്ച് ഉണ്ടായിരിക്കണം. അതർവൈസ് വാചകങ്ങൾ നിങ്ങളുടെ ആയാലും കുഴപ്പമില്ല. ക്ലാരിറ്റി നിർബന്ധമാണ് ടെലിവിഷനിൽ. കാരണം വളരെ കുറച്ചേ പറയുന്നുള്ളൂ, പക്ഷെ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ ടു ബി adhered to when writing TV news. The viewer has only one chance to make sense of the news that is presented. Hence, the news must be clear. This means that the language must be simple and conversational. Difficult to pronounce words, foreign words and phrases, usage of former and later must be avoided. It demands that names be repeated rather than using pronouns. Care must be taken with the figures and statistics. 2-3 കാര്യങ്ങളാണ് ക്ലാരിറ്റിക്ക് വേണ്ടി ഇവർ വാദിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഒന്ന്, ഒരൊറ്റവട്ടേ കേൾക്കുന്നുള്ളൂ, അപ്പോൾ ആ കേൾക്കുന്നതിൽ തന്നെ ക്ലിയറായി പോകണം. 2, നമ്മൾ കൊടുക്കുന്ന ഫിഗേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും കറക്റ്റ് ആയാൽ മാത്രമേ ആ ന്യൂസിൻ്റെ വാല്യൂ അവരിലേക്ക് എത്തുള്ളൂ. ഒപ്പം തന്നെ കോൺവെർസേഷണൽ ആയിരിക്കണം, ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, പുതിയ ഫ്രേസുകൾ കൊണ്ടുവരാതിരിക്കുക, കൊളോക്കിയൽ ലാംഗ്വേജിലേക്ക് മാക്സിമം താഴ്ന്നു വരാനായിട്ട് ശ്രമിക്കുക. ബ്രെവിറ്റി. ദ കോപ്പി റിട്ടൺ ഫോർ ടെലിവിഷൻ ന്യൂസ് ഈസ് ഷോർട്ടായിരിക്കണം. പക്ഷേ ബ്രെവിറ്റി, അതായത് ബ്രെവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യത, അത്രയും അതിനെ സമ്മറൈസ് ചെയ്താലും അതിൻ്റെ എസൻസ് ചോർന്നു പോകാൻ പാടില്ല. അതാണ് കാര്യം. If long sentences are used, the meaning may well be lost. The average
number of words used in a sentence in between 13 to 14. Adjectives and adverbs have no place in the news copy. അപ്പോൾ നമ്മളതിനെ ഭംഗി വരുത്തേണ്ട കാര്യമില്ല. ഭംഗി വരുത്തുക, നമ്മൾ ആഡ്വർബും അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ നൗണിന് വെർബിനൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാളെ കൊന്നു, ആ കൊന്നു പറഞ്ഞാൽ വെർബ് വന്നു, കിൽഡ് വെർബാണ്. അതേസമയം ബ്രൂട്ടലി കിൽഡ്, ബ്രൂട്ടലി മേർഡേഡ്, ആ ബ്രൂട്ടലി എന്തിനാ? ക്രൂരമായി. ആ ക്രൂരം എന്നുള്ള വാക്ക് എന്താ ചെയ്യുന്നത്? ചെയ്ത പ്രവൃത്തിയെ ഭീകരമാക്കി തീർക്കുകയാണ്. അതിനെയാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. വെർബിന് ഒരു ആഡിങ് കൊടുക്കുക. പക്ഷേ ഇവിടെ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഭാര്യ ഭർത്താവിനെ കൊന്നു, കഴിഞ്ഞു. ഭാര്യ ഭർത്താവിന് മൃഗീയമായി തലക്കടിച്ച് തലയൊട്ടി പിളർത്തി കൊന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ടി വിയിൽ അത് പറയില്ല. അതേസമയം അതൊരു ന്യൂസ് പേപ്പറിലാണെങ്കിൽ മാറ്റം വന്നു. അപ്പം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വാചകം വരും: ഭാര്യ ഭർത്താവിനെ മൃഗീയമായി കോടാലി കൊണ്ട് തലക്കടിച്ച് കൊന്നു. ഏറ്റമ്മോ, തലക്കടിച്ച് കൊന്നു കോടാലി ഉപയോഗിച്ചിട്ട്. വായിക്കണം, എന്തായാലും വായിക്കണം. ഇവിടെ ടി വിയിൽ അതില്ല, നമുക്ക് വായിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. കോൺവെർസേഷണൽ സ്റ്റൈൽ അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. എവറിഡേ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് മസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് ഇൻഫർമേഷണൽ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആൻഡ് സിമ്പിൾ സ്റ്റൈൽ ഈസ് ബെസ്റ്റ്. ഇമ്മീഡിയസി, സ്പീഡ് വേണം. വളരെ വേഗത്തിൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ. This can be achieved by making use of the present tense and active voice. It must be made to sound as if the news is happening now or just broke. Words like now, this morning, today, a few minutes ago convey a sense of immediacy and makes the news sound fresh. ന്യൂസിനെ പുതുമയുള്ളതാണെന്നും ഏറ്റവും ഫ്രഷ് ആണെന്നും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ടെലിവിഷൻ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. വളരെ ഫാസ്റ്റായിട്ട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന മീഡിയമായിരിക്കണം. ദി സെലക്ഷൻ ഓഫ് ദി റൈറ്റ് ന്യൂസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ന്യൂസ് ഈസ് സെലക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ന്യൂസ് വാല്യൂ. ദ ലീഡ് ഫോർ ദി ടി വി കോപ്പി, which is often called lead in, it introduces a filmed or recorded expert, is the most important part as with the any other media. It has two functions to perform: to reach the interest of the viewer and give him a general gist of the story or lay the foundation for the story. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ലീഡ് എന്ന് പറയുന്നത് ടി വിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആകെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൽ തന്നെ പ്രേക്ഷകൻ്റെ ശ്രദ്ധ പിടിക്കാനും പറ്റണം, മാക്സിമം കാര്യങ്ങൾ അവനുമായിട്ട് കൺവേ ചെയ്യാനും പറ്റണം. കാരണം വലിയൊരു ലോങ് സ്പീച്ചിന് അവിടെ സമയമില്ല. ദ റിപ്പോർട്ടർ മസ്റ്റ് ചൂസ് ഫാക്ട് ആൻഡ് പ്രസൻറ്റ് ടു ദി ഓഡിയൻസ് ദോസ് ഫാക്ട് ദാറ്റ് ആർ ലൈക്ലി ടു ബി ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദം. The news story must focus on one main idea. It must be accurate, fair and balanced. The story must be thought out in human terms. Care must be taken when using quotes and attribution. It is better to use video and audio clips of the person giving the opinion so that there is no misunderstanding about the source of an opinion. അപ്പോൾ പലപ്പോഴും ഒപ്പീനിയനുകളോ ഒരാളുടെ പറഞ്ഞ വാചകങ്ങളോ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം അതിൻ്റെ വിഷ്വൽ ആൻഡ് ഓഡിയോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അയാൾ പറഞ്ഞ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പറ്റിയാൽ പിന്നെ അത് നമ്മൾ കെട്ടിച്ചമച്ചതാണെന്നും അതിന് നമ്മുടേതായിട്ടുള്ള ആഡിങ് വന്നു എന്നുള്ള പരാതികളൊന്നും നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരില്ല. Each broadcast story must be wrapped up so that the viewer are aware
when one ends and the next begins. A wrap-up also summarizes and provides a satisfactory end to the story. Scripting for television, format of the TV script. Radio's basic two-column script is used for television as well. It is used for both TV news and as well other programs. While the radio has only an audio column, in the TV script, the right side is titled audio, while the left side is called the video. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെയാണ്, റൈറ്റ് സൈഡിലൊരു കോളം, ലെഫ്റ്റ് സൈഡിലൊരു കോളം, രണ്ടിലും ഓഡിയോ ഉണ്ടാവും, ഇപ്പുറത്തേൽ വീഡിയോ ഉണ്ടാവും. വീഡിയോയിൽ എന്ത് വരണം, ഓഡിയോയിൽ എന്ത് വരണം എന്നുള്ളത് രണ്ട് കള്ളികളായിട്ട് തിരിച്ചെഴുതണം. ദി ഓഡിയോ കോളം contains the spoken words, sound effect and music, and the video column describe the nature of the visuals and the other general production information, camera angle, action, scenery and stage direction. The two columns script may be used to develop a storyboard that helps in visualizing the script. There are three types of script for a play or drama. The page is divided into two. ആദ്യം തന്നെ ഒരു പേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ആസ് മെൻഷൻഡ് above, the left hand column called video shows everything that people will see on the screen, action, people, place, etc. The right hand column titled audio is for everything that is heard, dialogue, music or any other sound. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മൾ പലതും ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ മ്യൂസിക് ചില സമയത്ത് ആഡ് ചെയ്യേണ്ടി വരും. ചില സെൻസിറ്റീവായിട്ടുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ അതിന് അല്പം മാച്ച് ആവുന്ന തരത്തിലുള്ള സൗണ്ട് ഇഫക്ട്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ദ സ്ക്രിപ്റ്റ് ഈസ് റിട്ടൺ ഓൺലി ഓൺ ദി റൈറ്റ് ഹാൻഡ് side of the page with blank space on the left being used for instructions, descriptions and notes. All dialogues are written or typed in a small letter, while all instruction or description are in capital letters. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലും ഡയലോഗ്സ് ഒക്കെ സ്മോൾ ലെറ്ററിലും എഴുതണം. ഫൈനൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വിച്ച് കണ്ടെയ്ൻ ഡിറക്ഷൻ ഫോർ ദി ഡയറക്ടർ, ക്യാമറമാൻ, ടെക്നീഷ്യൻസ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടെക്നിക്കൽ പാർട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. ശരിക്കും ആദ്യത്തെ രണ്ട് സ്ക്രിപ്റ്റും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാൻ പറ്റണം. പക്ഷെ മൂന്നാമത്തെ സ്ക്രിപ്റ്റിങ്ങിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യണം. എക്സാമ്പിൾ ഓഫ് ടി വി ന്യൂസ് സ്ക്രിപ്റ്റ്. ഒരു ടി വി ന്യൂസിൻ്റെ സ്ക്രിപ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ, ന്യൂസ് റീഡറെ കാണിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഡിയോ വരും. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ ന്യൂസ് അറ്റ് 7, ദ ഹെഡ്ലൈൻസ്. അപ്പോൾ ഗ്രാഫിക്സിൽ ലോക്സഭ ഡിബേറ്റ് ഗ്രാഫിക്സ് അവിടെ കൊണ്ടുവരിക വിഷ്വലിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. ലോക്സഭ ഡിബേറ്റ് ഓൺ ലോക്പാൽ. ലിബിയ പ്ലഞ്ചസ് into crisis amidst political dilemma. അപ്പോൾ TRT 6 seconds അവിടെ പറഞ്ഞിരിക്കുകയാണ് എത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണിക്കേണ്ടതെന്നുള്ളതാണ് അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് നടപ്പിലാക്കേണ്ടത്. സ്ക്രിപ്റ്റ് എഴുതിയാൽ മാത്രമല്ലേ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ സ്ക്രിപ്റ്റിംഗ് നടത്തണം എന്നുള്ളതാണ്. The first step in script writing is to come up with a worthy idea or the theme or the message of the program. In the case of a news report, scripting happens after news stories have been selected for a certain bulletin. In either case, research has to be done on the subject so that the script writer is able to come up with the news idea, can get a feel or for what is the best method of presenting, and can learn what the audience is looking for. In the
case of an entertainment or informative program or feature, the next step would be to decide on the treatment of the story. This will help is setting the limits, ascertaining the focus of and sketching out the bare draft of the entire program. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റേണ്ടത്. ഓഡിയൻസ് നമ്മളിൽ നിന്നും ഹെഡ്ലൈൻസും അതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും മാത്രമേ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റും ഇൻഫോർമേഷനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയാൽ മാത്രമേ ടെലിവിഷന് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഇൻഫോർടൈൻമെൻ്റ് ആണ് ടെലിവിഷൻ കൊടുക്കുന്നത്. ന്യൂസ് പേപ്പറിൽ നിന്ന് ടെലിവിഷനെ മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്, ഇൻഫോർടൈൻമെൻറ്റ്, ഇൻഫോർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അതിന് പറ്റുന്നില്ലെങ്കിൽ ടെലിവിഷനും ന്യൂസ് പേപ്പറും തമ്മിൽ വ്യത്യാസമില്ലാതാവും. ആൾക്കാർ ടെലിവിഷനിൽ നിന്ന് ന്യൂസ് പേപ്പറിലേക്ക് വഴിമാറാനുള്ള സാഹചര്യം കൂടുതലാണ്. ബേസ്ഡ് ഓൺ ദി synopsis, a draft scripted is developed. This draft script forms the basis for creating the storyboard. The storyboard is a useful tool as it helps give a better idea of what the scene would look like and how it should be shot. The typical storyboard is a pre-printed sheet that represents blank TV screens. Each picture or shot will drawn in individual 4:3 and the video instruction would be typed below it. The instruction will be include a description of what the picture contains, the words that are to be spoken by the characters, sound effects and the length of the shot. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങളതിൻ്റെ കൂടെ തന്നെ എഴുതി പോകേണ്ട കാര്യമുണ്ട്. ഡയലോഗ് പറയുമ്പോൾ ഏത് ഡയലോഗിനോടൊപ്പമാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകേണ്ടത്, എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് സൗണ്ട് ഇഫക്ട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ പുറത്ത് രണ്ട് കഥാപാത്രങ്ങൾ നിൽക്കുകയാണ്, നായകനും നായിക നിൽക്കുകയാണ്, പെട്ടെന്ന് അവരിങ്ങനെ മുകളിലേക്ക് നിൽക്കും. മുകളിലേക്ക് നോക്കുന്നത് എയറോപ്ലെയിൻ പോണതാ. അപ്പോൾ ആ പ്ലെയിൻ പോകുന്നതിൻ്റെ ഒരു ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തില്ലെങ്കിൽ ആ വിഷ്വലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നഷ്ടമായി പോവും. കാരണം ഇവരിങ്ങനെ മാനത്തേക്ക് നോക്കി നിൽക്കണു, പ്ലെയിൻ പോകുന്നുണ്ട്, പക്ഷെ പ്ലെയിൻ്റെ ശബ്ദമില്ല, അപ്പം ശരിയാവില്ല. അതിൻ്റെ ആ ഒരു വിഷ്വല് അതുമായിട്ട് സൗണ്ടുമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒരു ഭംഗിയില്ലായ്മ അവിടെ എടുത്തു കാണിക്കും. അതുകൊണ്ടാണ് ഓരോ ഇതിനും മാച്ചാവുന്ന രീതിയിൽ ഏതൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് അവിടെ പ്രത്യേകം എഴുതണം. നായകൻ മെഷീൻ ഗൺ ഉപയോഗിച്ച് എല്ലാവരെയും വെടിവെക്കുന്നു എന്ന് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ട് കാര്യമില്ല. അപ്പം തന്നെ ബ്രാക്കറ്റിൽ അവിടെ കൊടുക്കണം, ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മെഷീൻ ഗൺ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒച്ച, കുറേ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. അത് കൃത്യമായിട്ട് അവിടെ പറയണം. പറഞ്ഞാൽ മാത്രമേ ടെക്നീഷ്യൻ അവിടെ നിന്ന് സൗണ്ട് ഇഫക്റ്റ് കൊടുക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, വെടിവെച്ച് ഉണ്ടാവില്ല, മെഷീൻ ഗൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നായകൻ. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. It helps the writer, producer, director, etc. to visualize the program, estimate the cost, and discover any weakness, and to help with the actual shooting. A shooting script is the director's, cameraman's, and technician's tool, and it is more detailed. Details such as the camera angle. ക്യാമറ ആംഗിളും സ്ക്രിപ്റ്റ് റൈറ്ററാണ് പറയേണ്ടത്. നിങ്ങൾ ചതിക്കാത്ത ജന്തു എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. കിഴക്കേ പാടം എന്ന് പറയുന്ന അതിമനോഹരമായൊരു ഗ്രാമം. അപ്പോൾ അങ്ങനെ
ക്യാമറ ഇങ്ങനെ പൊന്തി വരുന്നു. ഒരു വലിയ പടുകൂറ്റൻ ബംഗ്ലാവ്, അതിൻ്റെ ഒരു ലോങ് ഷോട്ട്, അതിങ്ങനെ ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു ക്ലോസപ്പിലേക്ക്. അപ്പോൾ ഗേറ്റ് ഇങ്ങനെ തുറക്കുന്നു. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നത് അയാളതിനെ വിഷ്വലൈസ് ചെയ്ത് കാണുകയാണ്. സ്റ്റോറി അയാളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ സ്റ്റോറിയെ അയാൾ സ്ക്രിപ്റ്റ് ചെയ്യാണ്. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ കാണുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെ, കഥ എഴുതിയിട്ടുള്ള ആൾ പറയാണ്, നായകനും നായികയും പ്രണയത്തിലാവുന്നു എന്നുള്ളത് വരെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പിന്നീട് നായികയുടെ അമ്മാവൻ കഥാപാത്രം വില്ലനായിട്ട് കടന്നു വരുന്നു. അപ്പോൾ ഈ കടന്നു വരുന്നു എന്ന് പറയുന്നത്, പിന്നീട് അമ്മാവൻ്റെ മർദ്ദനം ഏറ്റ് ഈ പെൺകുട്ടി സഹിക്കാൻ കഴിയാതെ അവസാനം അവനോടൊപ്പം ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയായിരിക്കും കഥ പോകുന്നുണ്ടായിരിക്കുക. കഥ വഴിക്ക് പോവും. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ത് ചെയ്യും? നായകനും നായികയും അവസാനം പ്രണയത്തിലാകുന്നു എന്ന് പറയുമ്പോൾ അവർ, അല്ലെങ്കിൽ പ്രണയത്തിലാകുന്നു, പിറ്റേന്ന് നായിക ഉറക്കത്തിൽ അതിമനോഹരമായൊരു സ്വപ്നം കണ്ടു. നായിക ഉറങ്ങുന്നത് വരെ സ്ക്രീനിൽ കാണിക്കും. ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സ്വപ്നത്തിൽ നായകനും നായികയും ന്യൂസിലാൻഡിൽ പോവും, ഓസ്ട്രേലിയയിൽ പോവും, അമേരിക്കയിൽ പോവും. അത് സ്ക്രിപ്റ്റ് റൈറ്ററുടെ കഴിവാണ്. അവർ നേരെ താജ്മഹലിൻ്റെ മുൻപിൽ പോയി നിൽക്കുന്നു. അടുത്ത സീനിൽ അവർ ന്യൂഡൽഹിയിൽ നിന്ന് പോയി അവർ നേരെ കാശ്മീർ താഴ്വരയിൽ മഞ്ഞ് പറക്കി നടക്കുന്നു. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ അവൻ്റെ ഭാവനയിൽ കാണുകയാണ് എങ്ങനെയായിരിക്കും കഥാകൃത്ത് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് മിക്കപ്പോഴും കഥ എഴുതുന്ന ആൾ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം കേട്ടിട്ടുണ്ടോ? മിക്കപ്പോഴും അങ്ങനെയായിരിക്കും വരിക. അതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ കഥ എനിക്കാണ് ഞാൻ സ്ക്രീനിൽ എങ്ങനെ കാണണമെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക മനോഹരമായിട്ട്. അതാണ് ടി വി പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്വൽ ഉള്ളത് കൊണ്ട്. മറ്റേത് കഥയാണെങ്കിൽ ആർക്കും എഴുതാം, കാരണം ഭാവന വേണം കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. കഥ എഴുതുമ്പോൾ നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാം, വായിക്കുന്ന ആൾക്ക്. അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളോട് വന്നിട്ട് പറയാൻ പറ്റുമോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ച് നിങ്ങൾക്കതിനെ വിഷ്വലൈസ് ചെയ്യാം. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Details such as camera angles, kind of shot to be taken, any innovation or changes in the script such as changes in dialogue, sound, story, etc. may be included or worked out in the shooting script. Sometimes changes are made because the director or artist involved feel that the change will make the script more effective. അത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മോഹൻലാലിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ മോഹൻലാൽ പറയാണ്, അത് ഞാനിങ്ങനെ ചാടുന്നതിന് പകരം ഞാനതൊരു പെട്ടെന്നൊരു ഇതിൽ നിന്ന് പറന്നു വരുന്ന പോലെയാണെങ്കിൽ ആ വിഷ്വലിന് ഇത്തിരി കൂടി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ജനങ്ങൾ കൈയടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ വെറുതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നതിന് പകരം ഞാൻ അവിടെ തന്നെ നിന്ന് സ്ലോ മോഷനിൽ മുണ്ടിട്ട് ഇങ്ങനെ പൊക്കി അതിങ്ങനെ മടക്കി കുത്തി, എന്നിട്ട് കയ്യുമൊരു വളയിട്ട് അതിങ്ങനെ കയറ്റി തിരിച്ചതിന് ശേഷം നടന്നു വന്നാൽ അതിന് പ്രേക്ഷകർ കൈയടിക്കും. ആ വിഷ്വാലിറ്റി അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഉണ്ടായിരിക്കുന്നത്. അയാൾ ആ വിഷ്വലിനെ ഓൺ സ്ക്രീനിൽ എങ്ങനെ കാണുന്നോ അത് അയാൾക്ക് ഭാവനയിൽ കാണാൻ പറ്റണം. അപ്പോൾ ഇതാണ് ടി വിയുടെ പ്രത്യേകത. നമ്മൾ ആദ്യം സ്ട്രെങ്ത്ത് കണ്ടു. ആദ്യം ടെലിവിഷൻ ഉണ്ടായതിൻ്റെയും അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ടെലിവിഷൻ വളർന്നതും ടെലിവിഷൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്ന് കണക്കാക്കി. ആ സ്ട്രെങ്ത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വീക്ക്നെസ്സിൽ നമ്മൾ ഏറ്റവും വലിയൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ഡീമെറിറ്റായിട്ട് കണക്കാക്കിയത് മൊബിലിറ്റി എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഒരു ടി വി പ്രോഗ്രാമും ഒരു റേഡിയോ പ്രോഗ്രാമും സ്ക്രിപ്റ്റിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും അനലൈസ് ചെയ്തു. അതിൽ ഏറ്റവും വലിയ മാറ്റം വിഷ്വൽ എയ്ഡ് എവിടെ കൊടുക്കണം എന്നുള്ളത് ടി വി സ്ക്രിപ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതർവൈസ് അങ്ങനെ വന്നില്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം അവിടെ നടക്കും, വിഷ്വൽ അങ്ങോട്ട് പോവും, അതിന് പറ്റിയ ഓഡിയോ ഇവിടെ മാച്ച് ചെയ്യില്ല. കാരണം മാച്ച് ചെയ്യണമെങ്കിൽ ടെക്നീഷ്യൻ അതിന് വേണ്ട ഇൻഫർമേഷൻ പോയിട്ടുണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ഫൈനൽ സ്ക്രിപ്റ്റിലാണ് നമ്മൾ വരുത്തുക.
കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്ടർക്കും ടെക്നീഷ്യനും ആർട്ടിസ്റ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനും ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അതിലേക്ക് ആഡായി വരാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റർ ഭാവനയിൽ കണ്ടതിനേക്കാൾ മികച്ച ദൃശ്യങ്ങളെ സ്ക്രീനിൽ കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിച്ചേക്കാം. അപ്പോൾ ആ അഡ്വാൻറ്റേജ് എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അവസാനത്തെ സ്ക്രിപ്റ്റിൽ, ഫൈനൽ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഗമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ഓർഡറിലാക്കി പഠിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.